കുട്ടികൾക്കും മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അടിപൊളി ക്വസ്റ്റ്യനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ എൻട്രൻസിന് പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിൽ മീൻസ് ഒരു ആഗ്രഹത്തോടുകൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ സിംപ്ലിഫിക്കേഷനൊക്കെ ഉള്ളത് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ റിസൾട്ട് ആൻസർ ഇങ്ങനെ കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസുകൾ ട്രിക്സുകൾ മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് നേടാൻ പറ്റില്ല. നല്ല രീതിയിൽ കൂടെ സിംപ്ലിഫിക്കേഷൻ പഠിക്കണം, നല്ല രീതിയിൽ കൂടെ ചെയ്യാനും പഠിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നുമായിരിക്കാം. ഓക്കെ, അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളുടെ ലക്ഷ്യത്തിന് മുന്നിൽ ഇതൊന്നും ഒരു പ്രശ്നം ആവരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ്റഗ്രൽ 0 to 1 1/√3 + x plus √1 + x dx is equal to a plus b √2 plus c √3 then 2a plus 3b minus 4c. ആൻസർ ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ന് പറയുക ഇയാളെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്തായാലും ഇൻ്റഗ്രേഷൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദാറ്റ് ഈസ് 0 to 1. ഇത് നോക്കിക്കേ, ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടക്കം എന്ന് പറഞ്ഞാൽ ഇതിനെ റാഷണലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിനോട്ട് കിടക്കുന്ന റൂട്ടുകളൊക്കെ അങ്ങോട്ട് ഇല്ലാതാക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈൻ മാറ്റി താഴെ മണ്ടയ്ക്ക് ഇൻറ്റു ചെയ്യണം. ദാറ്റ് ഈസ് √3 + x മൈനസ് √1 + x കൊണ്ട് താഴെ മണ്ടയ്ക്കും ഇങ്ങനെ ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ √3 + x പ്ലസ് √1 + x ആണ്. അപ്പോൾ √3 + x മൈനസ് √1 + x കൊണ്ട് താഴെ മണ്ടയ്ക്ക് എന്ത് ചെയ്തു? എക്സ്ട്രാ ഇൻറ്റു ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആയി. ദാറ്റ് ഈസ് 0 to 1. ദാറ്റ് ഈസ് √3 + x മൈനസ് √1 + x ബൈ ഡിനോമിനേറ്റർ ഇസ് ഇൻ ദ ഫോം ഓഫ് a + b × a - b² - b² ഒക്കെ റൂട്ടൊക്കെ പോയിക്കൊണ്ട് ഇങ്ങോട്ട് പിള്ളേർ പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. റൂട്ട് എല്ലാം പോയി നോക്കിക്കേ. അപ്പോൾ √3 + x പ്ലസ് √1 + x √3 + x മൈനസ് √1 + x a + b a - b a² - b². അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ മൈനസ് ഇതിൻ്റെ സ്ക്വയർ ആകുമ്പോൾ നോക്കി √3 + x സ്ക്വയർ റൂട്ട് ഇങ്ങോട്ട് ചാടി 3 + x പുറത്ത് വന്നു. ഇവിടെയും 1 + x പുറത്ത് വന്നു. മനസ്സിലെന്ന് വിചാരിച്ച് 3 + x മൈനസ് ഓഫ് 1 + x എക്സ് ക്യാൻസൽ ആയിക്കൊണ്ട് 3 - 1 2 എന്നായി. ഓക്കെ, അത്രയും മനസ്സിൽ ചെയ്താൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ സമയം ഒത്തിരി പോകും. ഓക്കെ, അപ്പോൾ ഈ ബൈ 2 നോക്കി പുറത്തും എടുക്കാം. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഈ രണ്ട് പേര് മാത്രം. അത് √x ഇൻ്റഗ്രൽ. വാട്ട് ഇസ് ഇൻ്റഗ്രൽ ഓഫ് √x? x³ 3/2/3/2. ഓക്കെ, അപ്പോൾ √3 + x വരുന്നത് 3 + x ഹോൾ റേസ് ടു 3/2/3/2. അപ്പോൾ ഇൻറ്റു 2/3. ഓക്കെ, മൈനസ് √1 + x വരുമ്പോൾ അത് തന്നെയാണ് 1 + x ഹോൾ റേസ് ടു 3/2/3/2 എന്നുള്ളതിനെ 2/3 ഓവർ ദി ലിമിറ്റ് 0 to 1. ഓക്കെ, ഈ 2/3 ഇങ്ങനെ പുറത്ത് വരും കോമൺ ആയിട്ട് കേട്ടോ. ഈ 2/3 ഈ 2/3 ഈ 2 ക്യാൻസൽ ആയിക്കൊണ്ട് നെക്സ്റ്റ് 1/3 മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? അപ്പോൾ ഈ 2/3 ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ 2 അങ്ങ് ക്യാൻസൽ ആണ്. ഇങ്ങനെ ഇൻറ്റു 2/3. അപ്പം നമുക്ക് 2 ക്യാൻസൽ ആക്കിയാണ് 1/3. ഇനി നിങ്ങൾ ഈ എക്സ് കാണുന്നിടത്തെല്ലാം 1 കൊടുക്കുക, നെക്സ്റ്റ് എക്സ് കാണുന്നിടത്തെല്ലാം 0 കൊടുക്കുക. അപ്പോൾ 1 കൊടുക്കുമ്പോൾ 3 + 1 ദാറ്റ് ഈസ് 4/3/2. ഓക്കെ, മൈനസ് ഇവിടെ എക്സിന് ഇവിടെ 1 കൊടുക്കുമ്പോൾ 2/3/2. അതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രാക്കറ്റ്. എക്സിന് എല്ലായിടത്തും 1 കൊടുത്തു. നെക്സ്റ്റ് 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയിക്കൊണ്ട് 3/3/2 മൈനസ് ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ 1/3/2 1 തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്തു. ഇത്രയൊക്കെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സിംപ്ലിഫിക്കേഷനെ ബേസ് ചെയ്തിരിക്കും. മനസ്സിൽ നമുക്ക് ഇത്രയും മുന്നേ സ്പീഡ് പോയാൽ അത്ര എളുപ്പം. ഓക്കെ, ദാറ്റ് ഈസ് 1/3 ഇൻറ്റു എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന സ്റ്റെപ്സ് എല്ലാം. വാട്ട് ഈസ് 4/3/2? 4/3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എന്നാണ് ആൻസർ. ഓക്കെ, 8. 4/3/2 എന്ന് പറഞ്ഞാൽ നോക്കിക്കോണം, ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഞാൻ ചെയ്ത് കാണിക്കാം. 4/3/2 എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ 2² ആണ്. 2² ക്യാൻസൽ ആയിക്കൊണ്ട് 2³ എത്രയാണ്? 8. നെക്സ്റ്റ് 2/3/2. 2/3/2 എന്ന് പറയുമ്പോൾ 2√2 എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ഡയറക്റ്റ് അങ്ങനെയും പഠിക്കാം കേട്ടോ. ഇപ്പോൾ ആർക്ക് എന്താണ് ഇങ്ങനെ a/3/2 എന്ന് പറഞ്ഞാൽ a × √a എന്നാണ് കേട്ടോ. ആ മെത്തേഡ് കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, മൈനസ് 3/3/2 അപ്പോൾ മൈനസ് 3√3 + 1 + 1 ആയത് എന്തുകൊണ്ടാ? മൈനസ് ഓഫ് -1 + 1. ആൻസർ വരുമ്പോൾ നോക്കിക്കേ 1/3 ഇൻറ്റു 8 + 1 9 - 2√2
മൈനസ് 3√3 എന്ന് ബ്രാക്കറ്റ് വന്നു. 1/3 അകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 9/3 3 മൈനസ് 2√2/3 മൈനസ് √3 എന്ന് വരും. ശരിയാണോ? നോക്കിക്കേ, ഈ 3 ഇവിടെ വരുമ്പോൾ 2√2/3, ഇവിടെ 3 വരുമ്പോൾ ഈ 3 ക്യാൻസൽ ആയിക്കൊണ്ട് √3. ഇപ്പോൾ നമുക്ക് നോക്കിക്കേ മോനെ, ഇതേപോലുള്ളൊരു സ്റ്റെപ്പല്ലേ വന്ന് കിടക്കുന്നത്, കണ്ടോ? വാട്ട് ഈസ് എ ഈസ് ഈക്വൽ ടു 3, ബി എന്ന് പറഞ്ഞാൽ √2ൻ്റെ കൂടെ, അപ്പം മൈനസ് 2/3 ആണ് നമ്മുടെ ആരാ? ബി. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ ആരാ മോനെ? √3യുടെ കൂടെ കിടക്കുന്ന സി, ഇവിടെ സി, അപ്പോൾ ഇവിടെ ആരായിരിക്കും? -1. ഓക്കെ, അപ്പോൾ എ ആയി, ബി ആയി, സി ആയി. ഇനി അവിടോട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 2a + 3b - 4c, ദാറ്റ് ഈസ് 2a + 3b - 4c ഈസ് ഈക്വൽ ടു 2a. എ എന്ന് പറഞ്ഞാൽ 3 ആണ്, ദാറ്റ് ഈസ് 2 × 3 പ്ലസ് 3 × b, b എന്ന് പറഞ്ഞാൽ -2/3 ആണ്, -4c ആണ്, ദാറ്റ് ഈസ് -4 × -1, ദാറ്റ് ഈസ് 2 × 3 1 3 6, ഇവിടെ 3 ക്യാൻസലായി, -2 + 4 ആൻസർ ഈസ് 8. 6 + 4 10 - 2 8. ക്ലിയർ ആയല്ലോ? അപ്പോൾ അടിപൊളിയായിട്ട് നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യാനുണ്ട് എന്നർത്ഥം. ഓക്കെ, നല്ലൊരു ക്വസ്റ്റനൊക്കെ എൻട്രൻസിൻ്റെ ഇത്രയൊക്കെ ചെയ്യാനുണ്ട്. അല്ലാതെ നമുക്ക് ചെറിയ ക്വസ്റ്റനെ മാത്രമേ കണ്ടിട്ടുള്ളൂവെങ്കിൽ ഇതൊക്കെ പാടാവും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കൂടെയൊക്കെ ചെയ്യാൻ പഠിച്ചാൽ ഇത് നിങ്ങൾക്ക് ഉറപ്പിച്ച് നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ, മീൻസ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുടെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഇതേപോലെ ക്ലാസ്സുകൾ ഇനിയും വരും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ക്ലാസ്സുകളെല്ലാം നല്ലപോലെ അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, 1 ഇയർ ഉണ്ട്, ക്രാഷ് ഉണ്ട്. എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.